കേരളത്തെ പോലെ ഒരു ചെറിയ സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിൽ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൂടി പരിശോധിച്ച് ചെയ്തത് കാര്യമുണ്ട്. അദ്ദേഹം കേരളത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പങ്കെടുത്തു. ഇസ്ലാം സമുദായത്തിൽ മതവിശ്വാസികൾ അവരെ സമ്പത്ത് കയ്യിലുണ്ടായാൽ അതെല്ലാം കൂട്ടിക്കൂട്ടി കൊടുക്കുന്നതല്ല, പാവപ്പെട്ടവന് പങ്കുകൊടുക്കുക. അതാണ് നമ്മുടെ നാട്ടില് ഈ പെരുന്നാൾ കാലത്ത് സൗജന്യമായി കാശ് കൊടുക്കുക, സക്കാത്ത്. അത് ദൈവത്തിന്റെ നേരത്തെയുള്ളൊരു തീരുമാനമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ഇന്ന് കേരളത്തിൽ സാമ്പത്തികമായി ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ ലോട്ടറി എന്ന സ്ഥാപനം ഉണ്ടാക്കി. അന്ന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇത് ഏർപ്പാട് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. അതേപോലെ കൃത്യമായ ഒരു വീക്ഷണത്തോടുകൂടി അതെല്ലാം പരിശോധിച്ച ശേഷമാണ് ലോട്ടറി ഇവിടെ ഉണ്ടാകുന്നത്. ഇന്ന് ലോട്ടറി എന്ന് പറയുന്ന കേരളത്തിൽ ഞാനിപ്പോൾ കാണുന്നതാണ്. ഞാനിവിടെ പ്രസ്തുതത്തിനെടുത്ത് താമസിക്കുന്ന അവസരത്തിൽ രാവിലെ ജോലിക്ക് പോകുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. അവരാദ്യം ലോട്ടറിക്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ജീവിതത്തിന്റെ ഒരു വഴിയിലേക്ക് ഒരു താങ്ങായി വരിക, ഒരു താങ്ങായി. ലോട്ടറിയിൽ പല ഏർപ്പാടുകളിൽ പണി, ലോട്ടറി പണിയതുപോലെ ഇപ്പം പലതരം ലോട്ടറികളായി. അങ്ങനെ കേരള സംസ്ഥാനത്തിൽ ലോട്ടറിയിൽ കൂടി ഒരു വരുമാന മാർഗം കണ്ടുപിടിച്ച ഒരു മഹാൻ മാത്രമല്ല, മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ സഹായം വേണം അത് കൊടുക്കാൻ എന്താണ് വഴിയെന്ന് ചിന്തിച്ചൊരാളുണ്ട്. സ്ഥാനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സ്ഥാനം കിട്ടിയ ആ സ്ഥാനം തന്നെ ഇരിക്കും. മിക്കവാറും അതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാർന്നാകും. അങ്ങനെയാണ്. പലരും ഒരു സ്റ്റാമ്പായിരിക്കും. ഇത് സ്റ്റാമ്പല്ല. കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.